ധ്രുവന്റെ ജീപ്പ് പോയ വഴിയെ നോക്കി നിന്ന് ദീർഘമായിട്ട് നിശ്വസിച്ചു വിട്ടു ദേവു. നിങ്ങൾ അകത്തേക്ക് വാ പിള്ളേരെ എന്ന് പറഞ്ഞുകൊണ്ട് തുളസിയും മാധവനും അകത്തേക്ക് നടന്നു. അവർ പോയതോടെ ദേവു മീനുവിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അവളോടായി ചോദിച്ചു, ശിവേട്ടൻ മിണ്ടിയോ നിന്നോട്? ഇല്ല. മീനു മുഖം താഴ്ത്തിക്കൊണ്ട് മറുപടി പറഞ്ഞു. സാരല്ല, മിണ്ടിക്കോളും. എന്നാലും ശിവേട്ടന് സ്നേഹമുണ്ട് നിന്നോട്, ദേവു പറഞ്ഞു. അതെ, അതാണല്ലോ ഇവിടെ വരെ കൊണ്ടുവന്നാക്കിയേ, വിന്ദ പറഞ്ഞു. നിങ്ങൾ കയറി വാ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. മീനാക്ഷി അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ദേവുവും വിന്ദുവും അവൾ പോയ വഴിയെ നോക്കി നിന്നിട്ട് ദേവു വിന്ദയോട് പറഞ്ഞു, എന്തോ കുഴപ്പമുണ്ടടി കുഞ്ഞാറ്റേ. നിനക്കും തോന്നിയല്ലേ? എനിക്കും തോന്നി. വാ നമുക്ക് കണ്ടുപിടിക്കാം, വിന്ദ പറഞ്ഞു. അത് കേട്ട് ദേവു ഒന്ന് തലയാട്ടി. എന്നിട്ട് രണ്ടും കൂടെ ചെരുപ്പഴിച്ചിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. മീനാക്ഷി റൂമിലേക്ക് വന്ന് വാതിലടച്ച് ലോക്കിട്ടിട്ട് കട്ടിലിൽ ചെന്നിരുന്നു. അവളുടെ മനസ്സിൽ സ്റ്റാലിൻ്റെ മുഖമാണ് തെളിഞ്ഞങ്ങ് നിൽക്കുന്നത്. അവിടെ വെച്ച് കണ്ട സ്വപ്നവും. മീനാക്ഷി മുടിയെല്ലാം വാരിച്ചുറ്റിക്കൊണ്ട് കെട്ടിയിട്ട് ആ കട്ടിലിൽ മലർന്നു കിടന്നു. മീനാക്ഷി! ആ വിളി കേട്ടവൾ സൈഡിൽ നോക്കി. അവിടെ കിടക്കുന്നു അവൻ. മീനു ഒന്ന് ഞെട്ടി. അവൾക്ക് അനങ്ങാൻ പറ്റിയില്ല. സ്റ്റാലിൻ അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു, സ്റ്റിൽ ഐ ലവ് യു മീനാക്ഷി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചെവിയിലേക്ക് ചുണ്ടു ചേർക്കാനായി. മുഖം കുനിച്ചു മീനാക്ഷി. പതിയെ മുഖം ചരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ്റെ ചുണ്ടുകളുടെ സ്പർശനമില്ലാതെയായതും മീനാക്ഷി കണ്ണുകൾ തുറന്നു സൈഡിലേക്ക് നോക്കി. അരികിൽ ആരുമില്ല. അവിടം ശൂന്യം. ഇപ്പോൾ കണ്ടത് വെറും സ്വപ്നമാണെന്ന ഓർമ്മയിൽ മീനാക്ഷി ഒന്ന് പുഞ്ചിരിച്ചു. മോളെ മീനു, കുളിച്ച് വേഗം വാ. താഴെ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞതും മീനാക്ഷി കിടന്നവിടെ നിന്ന് എഴുന്നേറ്റു. വേഗം കബോർഡ് തുറന്നു ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ട് കുളിക്കാനായി കയറി. ധ്രുവനും ആദിയും കൂടെ നേരെ പോയത് ഒരു ബാറിലായിരുന്നു. രണ്ടുപേരും അവിടെ വെച്ച് തന്നെ ഓരോന്നടിച്ചു. എന്നാലും നിന്റെ മുറപ്പെണ്ണുണ്ടായിരുന്നല്ലോ അവിടെ, നിന്റെ വീട്ടിൽ, ആദി പറഞ്ഞു. ഡാ, എൻ്റെയിൽ നിന്ന് ഇടി വേടിക്കും നീ. അവൾ എൻ്റെ ആരുമല്ല, ധ്രുവൻ പറഞ്ഞു. എന്നാ പോട്ടെ, വിട്ടേക്ക്, ആദിയും പറഞ്ഞു. അപ്പോഴാണ് ആദിയുടെ ഫോൺ റിങ് ചെയ്തത്. ആദി ഫോൺ എടുത്തു നോക്കി. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ബലരാമൻ എന്ന് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ പുച്ഛത്തോടെ തന്നെ ഫോൺ എടുത്തു. ഹലോ, ആദി ഒരു മയവുമില്ലാതെ പറഞ്ഞു. നീ എവിടെയാ? അങ്ങേ തലയ്ക്കിൽ നിന്നും ഗൗരവം നിറഞ്ഞ ശബ്ദമാണ് കേട്ടത്. ബാറിൽ, ആദി ഒരു ഭാവഭേദവുമില്ലാതെ പറഞ്ഞു. അവിടുന്ന് വേഗം ഇങ്ങോട്ട് വരണം. ഇവിടുന്ന് വീട് മാറാൻ പോവാണ്, ബലരാമൻ പറഞ്ഞു. ഇപ്പോൾ ഉള്ള വീടിന് എന്താ കുഴപ്പം? ഒട്ടും താല്പര്യമില്ലാതെ പോലെ ആദി ചോദിച്ചു. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വരണ്ട. നിന്റെ ബുള്ളറ്റും കാറും ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോവാണ്. നിനക്കത് വേണ്ടെങ്കിൽ എനിക്കെന്തിനാ? അതല്ല, വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പൊക്കോ, ബലരാമൻ പറഞ്ഞു. ആദ്യം ഒന്ന് കനപ്പിച്ചു മൂളി. അവിടെ കോൾ കട്ടായിരുന്നു. ആരാടാ? നിന്റെ അച്ഛനാണോ? ധ്രുവ് ചോദിച്ചു. അങ്ങനെയും പറയാം. വീട് മാറാൻ പോവാണെന്ന്. എൻ്റെ കാറും ബുള്ളറ്റും എടുക്കാൻ. ഇങ്ങനെയുള്ളത് പറയാനേ ബലരാമൻ വിളിക്കത്തുള്ളൂ. നീ വാ, നിന്നെ വീട്ടിലാക്കാം, ആദി പറഞ്ഞു. ഇപ്പോൾ ഉള്ള വീടിന് എന്തുവാ പ്രശ്നം? എന്തിനാടാ അത് മാറുന്നേ? ധ്രുവൻ ചോദിച്ചു. എന്തോ പണി നടക്കുന്നുണ്ട്. അയാൾക്ക് പ്രാന്താണെന്നാ തോന്നുന്നേ. നീ വന്നേ, ആദി ധ്രുവനെ വിളിച്ചു. ആദി വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി. ധ്രുവൻ കോ ഡ്രൈവ് സീറ്റിൽ കയറിയിരുന്നതും ആദി വണ്ടി സ്പീഡിൽ വിട്ടു. കുളി കഴിഞ്ഞ് ഇറങ്ങി മീനാക്ഷി വേഗം താഴേക്ക് ചെന്നു. അവിടെ ദേവുവും വിന്ദുവും ഇരിപ്പുണ്ടായിരുന്നു. മീനാക്ഷി ചെന്ന് ദേവുവിൻ്റെയും മീനുവിൻ്റെയും അടുത്ത് ചെന്നങ്ങ് ഇരുന്നു. അവരെ രണ്ടുപേരെയും നോക്കി ചിരിച്ചു. നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നോ? മീനു ചോദിച്ചു. ഞാനില്ല, ഇവൾ നിന്നോളും, വിന്ദ ദേവുവിനെ നോക്കി പറഞ്ഞു. ഞാനില്ല പൊന്നെ, അങ്ങേരല്ലേൽ തന്നെ എന്നെ നോക്കി ദഹിപ്പിച്ചിട്ടാ പോയെ, ദേവു പറഞ്ഞു. ഇത്രയും പേടിയാണേൽ പിന്നെ എങ്ങനെയാ നീ ശിവേട്ടനെ കല്യാണം കഴിക്കും? മീനു ചോദിച്ചു. ഇതന്നെയാ ഞാൻ ഇവളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, വിന്ദ പറഞ്ഞു. അതൊക്കെ ഞാൻ കല്യാണം കഴിക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ശിവേട്ടൻ എന്നെ ഇഷ്ടമല്ല, ദേവു പറഞ്ഞു. എൻ്റെ പൊന്നു കുഞ്ഞെ, ഇങ്ങനെ പേടിച്ചോണ്ടൊന്നും ഒരു കാര്യവുമില്ല, മീനു പറഞ്ഞു. അതെ, കുറച്ചുകൂടി അടുപ്പം കാണിക്കുന്നീ, വിന്ദയും പറഞ്ഞു. അങ്ങ് ചെന്നാ മതി, അങ്ങേരെ എന്നെ അടുപ്പത്ത് എടുത്ത് വെക്കും, ദേവു പറഞ്ഞു. എന്നാൽ ഞാനൊരു വഴി പറഞ്ഞു തരാം, നീ അതങ്ങ് ചെയ്യേ, മീനാക്ഷി പറഞ്ഞു. ഇവൾക്ക് നിൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ച് കൊടുത്തേ നീ അടങ്ങും, വിന്ദ ചോദിച്ചു. ഒന്ന് മിണ്ടാതിരി കുഞ്ഞാറ്റേ നീ. മീനുമോളെ, നീ പറ, ഞാൻ കേൾക്കട്ടെ, ദേവു പറഞ്ഞു. അതായത് നിനക്ക് നേരിട്ട് പറയാൻ പേടിയാണ്. അതുകൊണ്ട് പറയാനുള്ളത് നമുക്കൊരു കത്തിലെഴുതി ശിവേട്ടൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നു. ശിവേട്ടൻ അത് എടുത്ത് വായിക്കുന്നു. എങ്ങനെയുണ്ട്? മീനു പറഞ്ഞു. അത് ശരിയാ, ഇപ്പോൾ ശിവേട്ടനില്ല. ഇതാണ് ബെസ്റ്റ് ചാൻസ്. അപ്പോൾ എഴുതി തുടങ്ങിക്കോ, വിന്ദ പറഞ്ഞു. അതോടെ മീനാക്ഷി ഓടിപ്പോയി ഒരു ബുക്കും പേപ്പറും എടുത്തു കൊണ്ടുവന്ന് ദേവുവിൻ്റെ മുന്നിൽ വെച്ചു. ഇനി എഴുതിക്കോ, പറയാനുള്ളതെല്ലാം, മീനു പറഞ്ഞു. ദേവു എഴുതാൻ തുടങ്ങി. ഒരുപാട് കാലമായി അവൾ മനസ്സിൽ പറയാൻ വന്നതെല്ലാം അവൾ ആ പേപ്പറിൽ എഴുതി നിറച്ചു.
ഈ എഴുത്ത് 10 പഠിക്കുമ്പോൾ മലയാളത്തിൽ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടിയിരുന്നേനെ. വിന്ദ പറഞ്ഞു. ആ ഇത് മതി, നീ കൊണ്ടുപോയി ശിവേട്ടൻ്റെ റൂമിൽ വെക്ക്, ചെല്ല്. മീനു പറഞ്ഞു. അത് വേണോ? ദേവു നിന്ന് വിറച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് ശിവേട്ടനെ വേണോ വേണ്ടയോ? മീനു ചോദിച്ചു. അത് വേണം. മീനുമോളെ നീ വെച്ചേക്ക്, ഇത് അതല്ലേ നല്ലത്, ദേവു പറഞ്ഞു. ഞാനല്ല വളയ്ക്കുന്നേ, നീയാണ്, ചെല്ല്. മീനു പറഞ്ഞു. എന്നാലും ഇതൊരു പണിയാവില്ലേ? ദേവു ചോദിച്ചു. എന്നാ നീ പോവണ്ട, അങ്ങേരെ വേറെ ഏതെങ്കിലും പെമ്പിള്ളേർ വളച്ചോളും, വിന്ദ പറഞ്ഞു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കുത്തിക്കീറും ഞാൻ കൊണ്ടുവച്ചോളാം, ദേവു പറഞ്ഞു. എന്നാൽ ചെല്ല്, മീനു പറഞ്ഞു. ദേവു നെഞ്ചിൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ദീർഘനിശ്വാസം എടുത്തു. ശേഷം വിന്ദയെയും മീനുവിനെയും നോക്കിക്കൊണ്ട് മെല്ലെ മുകളിലേക്ക് പടികൾ കയറി. ദേവുവിൻ്റെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശിവൻ അവിടെ ഇല്ല എന്ന ധൈര്യമാണ് ഇങ്ങനെയും അവളെ അവിടെ വരെ നടത്തുന്നത്. ഇവളുടെ നടത്തം കണ്ടാൽ ആദ്യരാത്രി പാലുമായി പോകുന്ന കല്യാണപ്പെണ്ണിനെ പോലെ ഉണ്ടല്ലോ മീനു. ചിരിയോടെ മീനുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് വിന്ദ പറഞ്ഞു. അതെ, ഞാനും അത് പറയാൻ വരുമായിരുന്നടി. മീനു വിന്ദയോട് ദേവുവിൻ്റെ പോക്ക് നോക്കി നിന്നുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരും ചിരിച്ചു. ഇതേ സമയം ശിവൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു ദേവു. അവൾ ചുറ്റും നോക്കി അങ്ങനെ നിന്നു. നല്ല വൃത്തിയുള്ള റൂം, എല്ലാം അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അത് തുളസി അമ്മായിയുടെ പണിയാണെന്നറിയാം. അവൾ ചുമരിൻ്റെ സൈഡിൽ നോക്കി. അവിടെ ധ്രുവൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസും ആദ്യമായിട്ടുള്ളതും ഉണ്ട്. ബെഡിനോട് ചേർന്ന ഒരു ചെറിയ ടേബിളുണ്ട്. അതിൽ ബെഡ് ലാമ്പും അടുത്ത് തന്നെ 4 സിഗരറ്റ് പാക്കറ്റും. വന്ന കാര്യം മറന്നു. അവൾ ആ റൂം മുഴുവനായിട്ട് ഒന്ന് നോക്കി നടന്നു. കബോർഡ് തുറന്നു നോക്കിയ ദേവു ഞെട്ടിപ്പോയിരുന്നു. അതിൽ നിറയെ പല ബ്രാൻഡ് മദ്യക്കുപ്പികളായിരുന്നു. അവൾ അതിനുശേഷം അവിടെ ചുമരിൽ സെറ്റാക്കി വെച്ചിട്ടുള്ള ധ്രുവൻ്റെ ഫോട്ടോയുടെ അടുത്തേക്ക് പോയി. അതിൽ ധ്രുവൻ്റെ ചിരിച്ചുകൊണ്ടുള്ളതും പോലീസ് വേഷത്തിലുള്ളതുമായ നിറയെ ഫോട്ടോസ് ഉണ്ട്. എൻ്റെ ശിവേട്ടാ, ഇങ്ങനെ ചിരിക്കുന്ന നിങ്ങളെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? എല്ലാവരോടും എന്തിനാ ശിവേട്ടാ ഇത്രയും ദേഷ്യം? ശിവേട്ടനെ ഒത്തിരി സ്നേഹിക്കാൻ ഞാനില്ലേ? എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിലെ എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഏട്ടനെ കണ്ടേ. അന്നു മുതൽ ഇപ്പോൾ വരെ എനിക്ക് എൻ്റെ ശിവേട്ടനെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ ഇന്നേ വരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എനിക്കതിൽ പരിഭവമൊന്നുമില്ലാട്ടോ. ഇന്ന് എന്നെ അടിച്ചില്ലേ, അതിലും എനിക്ക് എൻ്റെ ഏട്ടനോട് ദേഷ്യമല്ല, പകരം ഒത്തിരി ഇഷ്ടമായി എനിക്ക്. ഇതൊക്കെ നേരിട്ടൊന്ന് പറയണമെന്നുണ്ട്, പേടിയാ എനിക്ക്. ദേവു അത്രയും ആ ഫോട്ടോയിൽ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ഡി ഒരു അലർച്ചയായിരുന്നു. അത് ദേവു ഒന്ന് ഞെട്ടിപ്പോയി. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ വിറച്ചു. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി ആരാണ് പിന്നിലെന്ന്. വാതിൽ അടയുന്നതിൻ്റെയും ലോക്ക് വീഴുന്നതിൻ്റെയും സൗണ്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ ദേവു കേട്ടു. ധ്രുവൻ അവൾക്ക് നേരെ നടന്ന് അടുത്തു വന്നു തുടങ്ങി. ദേവു പേടികൊണ്ട് ഇല പോലെ വിറയ്ക്കാൻ തുടങ്ങി. ദേവാഞ്ജലി! ഗൗരവത്തിലും അതിലേറെ ദേഷ്യത്തിലുമുള്ള അവൻ്റെ വിളി കേൾക്കവേ ദേവു പേടിയോടെ തിരിഞ്ഞു നോക്കി. അവൾ ധാവണിത്തുമ്പിൽ പിടിമുറുക്കി. അവൾ മുഖം കുനിച്ച് പേടിയോടെ നിന്നു. നീ എന്താടി എൻ്റെ റൂമിൽ? ദേഷ്യത്തോടെയുള്ള ധ്രുവ് ചോദിച്ചു. ദേവു ഒന്നും മിണ്ടിയില്ല. അവളുടെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ചോദിച്ചത് കേട്ടില്ലേ നീ? ധ്രുവൻ അലറി. ഞാൻ വെറുതെ, സോറി, അറിയാണ്ട് കയറിപ്പോയതാണ്, ദേവു മെല്ലെ മെല്ലെ പറഞ്ഞു. മുഖത്തോട്ട് നോക്കടി, ധ്രുവൻ അലറി. ദേവു ഞെട്ടി പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് ധ്രുവൻ്റെ മുഖത്തേക്ക് പേടിയോടെ നോക്കി. ധ്രുവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ കണ്ണുകളും. അവൻ്റെ കൈ മുഷ്ടികൾ ചുരുട്ടി പിടിച്ചിരുന്നു. നിന്നോടാരാ എൻ്റെ റൂമിൽ കയറാൻ പറഞ്ഞത്? നീ ആരാ എൻ്റെ റൂമിൽ കയറാൻ? ധ്രുവൻ ചോദിച്ചു. അത് എനിക്ക് ശിവേട്ടനെ ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞിലെ എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ശിവേട്ടനെ ആദ്യമായി കാണുന്നത്. അന്ന് ഞാൻ കുഞ്ഞല്ലേ, അതുകൊണ്ട് അപ്പോൾ കാണുന്ന ഒരു മുഖം, അതിനോടൊരു ഇഷ്ടം. പിന്നെ പിന്നെ ഞാൻ എന്നും ശിവേട്ടനെ കാണുമായിരുന്നു. പ്രണയം എന്നത് ഞാൻ അറിഞ്ഞത് 4ാം ക്ലാസ്സിലാണ്. അന്ന് തൊട്ടേ എനിക്ക് ശിവേട്ടനോട് പ്രണയം എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് വലിയ കുട്ടിയായപ്പോഴേക്കും ശിവേട്ടനല്ലാതെ എനിക്ക് വേറൊരാളെ ചിന്തിക്കാൻ പോലും പറ്റില്ലാണ്ടായി. അന്ന് അമ്മയോട് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് ശിവേട്ടനെ നമ്മൾക്കൊന്നും ഇഷ്ടമല്ല എന്ന്. ശിവേട്ടൻ എൻ്റെ മുറച്ചെറുക്കനാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചിരുന്നു. പക്ഷേ ശിവേട്ടൻ ഇതുവരെ അമ്മാവനോട് പോലും മിണ്ടിയിട്ടില്ല. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എന്നാലും എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ എൻ്റെ ശിവേട്ടനെ. പിന്നെ വലുതായി ഒരു 17 വയസ്സൊക്കെ ആയപ്പോഴാണ് ശിവേട്ടൻ എന്തിനാണ് ആരോടും ഒന്നും മിണ്ടാതെ നടക്കുന്നേ എന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു ശിവേട്ടൻ്റെ അമ്മയായി ഭാര്യയായി ഒരു കുറവുമില്ലാതെ ഞാൻ സ്നേഹിക്കുമെന്ന്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഏട്ടനോട് എല്ലാം ഒന്ന് തുറന്നു പറയാൻ. അങ്ങനെയാണ് തുളസി അമ്മായി പറഞ്ഞിട്ട് ഏട്ടനെ ഏതേലും ഒരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണം എന്നായി അമ്മാവൻ വരുന്നത്.
അന്ന് ഞാൻ മാമനോട് പറഞ്ഞു എനിക്ക് ശിവേട്ടനെ ഇഷ്ടമാണെന്ന്. ആദ്യം സമ്മതിച്ചില്ല, പിന്നെ സമ്മതിച്ചു. അതും ശിവേട്ടനെ കെട്ടിച്ചു തന്നില്ലേൽ മരിച്ചു കളയും എന്ന ഭീഷണിയിൽ. വെറും ഭീഷണി അല്ലാട്ടോ, ശരിക്കും മരിച്ചേനെ. ശിവേട്ടൻ എൻ്റെ അടുത്ത് വന്നതും പറഞ്ഞതിനൊന്നും എനിക്ക് ശിവേട്ടനോട് ദേഷ്യമില്ല. പകരം ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. എന്നോട് ഇഷ്ടമല്ല എന്നും ദേഷ്യവും വെറുപ്പാണെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷേ ഈ ദേഷ്യവും വെറുപ്പും എല്ലാം മാറുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാം. വേറെ ആരും വേണ്ട എനിക്ക്. ഏട്ടനെ മാത്രം മതി. എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ വാശി പിടിക്കില്ലാട്ടോ. പുഞ്ചിരിയോടെ ദേവു പറഞ്ഞു നിർത്തി. ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നുവെങ്കിലും അവൾ പുഞ്ചിരിയോടു കൂടിയാണ് എല്ലാം പറഞ്ഞു നിർത്തിയത്. പിന്നെ ദേ ഈ കത്ത്, ഇത് വെക്കാനാണ് ഇവിടേക്ക് വന്നു കയറിയത്. സോറി, ദേവു വീണ്ടും പറഞ്ഞു. ധ്രുവൻ ഒന്നും മിണ്ടിയില്ല. അവൻ ദേവുവിൻ്റെ നേരെ നടന്നു. ദേവുവിന് അവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിലും അവളുടെ കാലുകൾ ചലിക്കുന്നുണ്ടായിരുന്നില്ല. ധ്രുവൻ ദേവുവിൻ്റെ അടുത്തെത്തി. അവളെ അവിടെയുള്ള ചുമരിലേക്ക് ചേർത്ത് നിർത്തി. ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ദേവു പേടിയോടെ മാറാൻ നോക്കിയെങ്കിലും അവനിൽ നിന്നും മാറാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇത്രയ്ക്കും നിന്ന് പ്രസംഗം നടത്തേണ്ട ഒരു ആവശ്യവുമില്ല നിനക്ക്. ഞാൻ ഒരിക്കൽ പോലും നിന്നെ സ്നേഹിക്കില്ലടി. ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു. നീ പോയി ചാവുകയോ മരിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ, എന്നെ അതൊന്നും ബാധിക്കില്ല. പിന്നെ ഫ്രീ ആയിട്ട് ഞാൻ ഓഫർ തരാം. എന്താ എന്നറിയുമോ? അവൻ ചോദിച്ചു. ദേവു അവൻ്റെ മുഖത്തേക്ക് പേടിയോടെ നോക്കിക്കൊണ്ട് ഇല്ല എന്ന് പതിയെ തലയാട്ടി. ദേ പോയി ആ ബെഡിൽ കയറി കിടക്ക്. പോ, അതാണ് ആ ഓഫർ. നമുക്ക് ഈ രാത്രി അടിച്ചു പൊളിക്കാം. കുഞ്ഞിലേ മുതൽ എന്നെ ആഗ്രഹിച്ചതല്ലേ, ഇതെങ്കിലും ഞാൻ നടത്തി തരേണ്ടേ ദേവാഞ്ജലി? ധ്രുവൻ കബോർഡ് തുറന്ന് ഒരു കുപ്പി പൊട്ടിച്ച് കുടിച്ചുകൊണ്ട് അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ചങ്ക് പൊടിയുന്ന വേദനയോടെ ദേവു താഴേക്ക് ഊർന്നിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്റെ പ്രണയം ഈ ബെഡിൽ എന്നോട് കാണിക്കടി, എന്നിട്ട് തീരുമാനിക്കാം, ധ്രുവൻ പറഞ്ഞു. ദേവുവിൻ്റെ തല മരവിക്കുന്ന പോലെ തോന്നി. കുഞ്ഞിലേ മുതൽ താൻ കൊണ്ടു നടന്ന പ്രണയം, ഹൃദയം മുഴുവനായി ശിവധ്രുവ് എന്ന പേര് കൊണ്ട് നടന്നതിന് അവനായി അവൾക്ക് കൊടുത്ത ഓഫർ. ധ്രുവ് വാതിലിൻ്റെ അവിടെ ഒരു ചെയർ വലിച്ചിട്ടിരുന്നു, കയ്യിൽ ഒരു മദ്യക്കുപ്പിയും പിടിച്ചിട്ട്. ദേവു മുഖമുയർത്തി നോക്കി വാതിലിൻ്റെ അവിടെയായി ഇരുന്ന് മദ്യപിക്കുന്ന ധ്രുവനെ. ശേഷം കണ്ണു തുടച്ചുകൊണ്ട് അവൾ നടന്നു. അവൻ്റെ അടുത്ത് ചെന്ന് നിന്നു. ധ്രുവ് അവളെയൊന്ന് നോക്കി. അടുത്ത നിമിഷം അവൻ്റെ മടിയിലേക്കായി ദേവു ഇരുന്നു. ധ്രുവ് ഒന്ന് ഞെട്ടി. അവൻ്റെ കയ്യിലിരുന്ന മദ്യക്കുപ്പി നിലത്ത് വീണ് ചിന്നി ചിതറി. ഐ ആക്സെപ്റ്റ് ദ ഓഫർ. ഐ വിൽ മേക്ക് ലവ് ടു യു ഇൻ ദാറ്റ് ബെഡ്. ധ്രുവിൻ്റെ മുടിയിഴകളിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് ദേവു പറഞ്ഞു. ശേഷം അവളുടെ ദാവണി ഷാൾ അഴിച്ചു മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടു. ധ്രുവൻ്റെ മടിയിൽ ഒന്നുകൂടി കയറിയിരുന്നു. എന്തോ പറയാൻ വന്ന ധ്രുവൻ്റെ ചുണ്ടുകളെ തൻ്റെ വിരൽ കൊണ്ടവൾ തടഞ്ഞു. പതിയെ അവൻ്റെ ചുണ്ടിനുമേലുള്ള വിരലിലേക്കായി ദേവു ചുണ്ടു ചേർത്തു. പതിയെ മുത്തി. ധ്രുവൻ ദേവുവിൻ്റെ കണ്ണിലേക്ക് നോക്കി. ദേവു അവൻ്റെയും. പതിയെ ചുണ്ടുകൾക്കിടയിൽ വെച്ച വിരലുകൾ മാറ്റി ദേവു അവൻ്റെ ചുണ്ടുകളെ മെല്ലെ നുണഞ്ഞെടുത്തു. ധ്രുവൻ്റെ കണ്ണൊന്ന് മിഴിഞ്ഞു വന്നു. അവൻ അവളുടെ മുടിക്കെട്ട് അഴിച്ചൊന്ന് വിടർത്തിയിട്ടു. ധ്രുവൻ അവളുടെ മേൽചുണ്ടിൽ പതിയെ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് നുണഞ്ഞു വിട്ടു. ഇരു കണ്ണുകളും ഇറുക്കെ അടച്ചു. കണ്ണിൽ നിന്നും കണ്ണീര് ഒഴുകിയിറങ്ങി ചുംബനത്തിൽ കലർന്നു. മദ്യലഹരി ധ്രുവനെ ബാധിച്ചിരുന്നു. അവളുടെ കണ്ണുനീർ അവനൊരു ഹരമായി മാറി. വാശിയോടെ അവളുടെ ചുണ്ടിനെ നുണഞ്ഞെടുത്തുകൊണ്ടേയിരുന്നു. മേൽചുണ്ടിൽ നിന്നും കീഴ്ചുണ്ടിലേക്കും തീവ്രമായി അവൻ ചുംബിച്ചു. ദേവുവിൻ്റെ ചുണ്ടുപൊട്ടി ചോര പൊടിഞ്ഞു തുടങ്ങിയെങ്കിലും ധ്രുവൻ ദേവുവിനെ വിടാൻ ഒരുക്കമല്ലായിരുന്നു. ആ ചുണ്ടിൻ്റെ മാധുര്യവും രക്തച്ചുവയും ധ്രുവൻ തൻ്റെ ഉമിനീരാക്കി കലർത്തി. ശ്വാസത്തിനു വേണ്ടി ദേവു ഒന്ന് പിടഞ്ഞതും അവളിലെ അവൻ്റെ പിടി വിട്ടിരുന്നു. ധ്രുവൻ ദേവുവിനെ ഒന്ന് നോക്കി. ബ്ലൗസും പാവാടയും മാത്രമാണ് അവളുടെ വേഷം. ദാവണി ഷാൾ അവിടെ കിടപ്പുണ്ട്. ദേവു ധ്രുവൻ്റെ മുഖം കയ്യിലെടുത്തു. അവൻ ദേവുവിൻ്റെ മുഖത്തേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കി. അവളുടെ ചുണ്ടുകൾ അവൻ്റെ നെറ്റിയിൽ പതിഞ്ഞു, ഒരു മഞ്ഞുപോലെ. കണ്ണിലും കവിളിലും ദേവു ചുണ്ടുകൾ പതിപ്പിക്കുമ്പോൾ അവൻ അനങ്ങാതെ ഇരിക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. കം ഓൺ, ഐ ക്യാൻ മേക്ക് ലവ് വിത്ത് യു ഇൻ ദാറ്റ് ബെഡ്. ഐ ഹാവ് ഓൺലി വൺ ഫീലിംഗ് ഫോർ യു, and that is love. I want to start with you and end with you. My love will only be with you until my death. ദേവു പറഞ്ഞു. ദേവു ധ്രുവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പോയിട്ട് ആ കട്ടിലിൽ ചെന്നിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇങ്ങനെയൊന്നുമല്ല ധ്രുവൻ, ഇതെല്ലാം ഒരു സ്വപ്നമാവണം എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ധ്രുവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. ധ്രുവൻ്റെ ചുണ്ടുകളിൽ ഒരു പുച്ഛച്ചിരിയുണ്ടായിരുന്നു. അവൻ ഷർട്ടിൻ്റെ ഓരോ ബട്ടനായി അഴിച്ചുമാറ്റി കട്ടിലിനു നേരെ വന്നുകൊണ്ടിരുന്നു. ധ്രുവൻ്റെ മനസ്സിലും ഒരേ ഒരു ചിന്തയായിരുന്നു, ലാസ്റ്റ് ആവുമ്പോഴേക്കും അവൾ പിന്മാറും. അതുകൊണ്ടാണ് അവനൊന്ന് പുച്ഛിച്ചു ചിരിച്ചത്. ഷർട്ട് മുഴുവനായി അഴിച്ചിട്ട ശേഷം അവൻ ദേവുവിൻ്റെ നേരെ ചാഞ്ഞു. അവൾ ബെഡിലേക്ക് വീണു. ധ്രുവൻ അവളുടെ ദേഹത്ത് അമരാതെ കൈകുത്തി നിന്നു. നിനക്ക് പിന്മാറാം, ധ്രുവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് യു ശിവേട്ട. ദേവു അവൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ധ്രുവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിടർന്നു. അവനൊന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു.
അവൻ അവളുടെ കവിളിൽ അമർത്തിപ്പിടിച്ച് തിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ ഒന്ന് അമർത്തി കടിച്ചു. അവൻ്റെ കണ്ണുകൾ നോവോടെ അവളുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ധ്രുവൻ്റെ മൂക്കിലേക്ക് ചന്ദനഗന്ധം കയറുന്നുണ്ടായിരുന്നു. കഴുത്തിൽ നിന്നും ചെവിയിലേക്ക് ധ്രുവൻ്റെ ചുണ്ടുകൾ പാഞ്ഞു കയറിയതും ദേവു ഒന്ന് വിറച്ചുപോയി. ദേവു മോളെ, ദേവു. അടുത്ത നിമിഷം ധ്രുവൻ്റെ റൂമിൽ അടച്ചിട്ട ഡോറിൽ തട്ടി ദേവുവിനെ വിളിച്ചുകൊണ്ടുള്ള തുളസിയുടെ ശബ്ദം വന്നു. ധ്രുവൻ ദേവുവിൻ്റെ മുകളിൽ നിന്നും മാറി സൈഡിലേക്കായി കിടന്നുകൊണ്ട് വാതിലിലേക്ക് ദേഷ്യത്തോടെ നോക്കി. ദേവു ധ്രുവനെ നിറകണ്ണുകളോടെ നോക്കി. എന്നാൽ അവൻ്റെ കണ്ണിൽ യാതൊരു അലിവും ഉണ്ടായിരുന്നില്ല. ദേവു മോളെ, വാതിൽ തുറക്കു മോളെ. അപ്പോഴും തുളസിയുടെ ശബ്ദം അവിടെ ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരുന്നു.